ഇനി ഇവിടെ ഉള്ള ഒന്നിലും നിന്റെ വിരലടയാളം ഉണ്ടാവാൻ പാടില്ല. ഈ ഗ്ലൗസ് ഇട്ടോ. ഇതാ അഡ്വാൻസ് 10,000. ബാക്കി കാര്യം കഴിഞ്ഞതിന് ശേഷം. എന്നാ ചെയ്യേണ്ടത്? നാളെ രാത്രി കൃത്യം 11:45. നാളെ ഡിസംബർ 31 അല്ലേ? ഞാൻ അജിത്തിനെയും കൂട്ടി രാത്രി ന്യൂ ഇയർ പാർട്ടിക്ക് പോവും. ആ സമയം രേഖ തനിച്ചായിരിക്കും. കൃത്യം 11:30 മണിക്ക് നീ ഈ വാതിൽ തുറന്ന് വീടിനകത്ത് കടക്കണം. ഈ ഫ്ലവർ വൈസിനടിയിൽ ഞാൻ വെച്ചിരിക്കും. വീടിനകത്ത് കടന്നു കഴിഞ്ഞാൽ നീ നേരെ നടന്നു വന്ന് ഈ കർട്ടന് പിന്നിൽ ഒളിച്ചു നിൽക്കണം. 11:45 ആകുമ്പോൾ ഞാൻ രേഖയ്ക്ക് ഫോൺ ചെയ്യും. ഫോൺ ബെല്ല് കേട്ട് രേഖ ബെഡ്റൂം ലൈറ്റ് ഇടും. ഡോർ തുറന്നു കഴിഞ്ഞാൽ ആ വെളിച്ചം ഈ ടെലിഫോൺ ഇരിക്കുന്നിടം വരെ എത്തും. അവൾ നടന്നു വന്ന് ഇതുപോലെ ഫോൺ എടുക്കും. എന്നിട്ട് തിരിഞ്ഞു നിന്ന് ഇടത് കൈയിൽ റിസീവർ പിടിച്ചാണ് അവൾ സംസാരിക്കാറുള്ളത്. വലത് കൈക്ക് എന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല. അവൾ അങ്ങനെയാ. വലത് കൈ കൊണ്ട് മെസ്സേജോ മറ്റോ എഴുതാനുള്ളൊരു സൗകര്യത്തിനായിരിക്കും. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീ പിന്നിൽ നിന്ന് വന്ന് അവളുടെ കഴുത്തി ഞെരിച്ചു കൊല്ലണം. മരിച്ചു കഴിഞ്ഞു എന്ന് ബോധ്യമായാൽ ഓക്കെ എന്ന് മാത്രം ഫോണിലൂടെ പറയുക. സംഭവം കഴിഞ്ഞാൽ നീ ഈ ഷെൽഫ് തുറന്ന് ഇതിലുള്ള സാധനങ്ങൾ പുറത്തു വലിച്ചു വാരിയിടുക. ഷെൽഫ് അടയ്ക്കരുത്. അതെന്തിനാ? മോഷണത്തിന് ആരോ വന്നപ്പോ ശബ്ദം കേട്ട് രേഖ ഉണർന്നതാണെന്നും ശബ്ദം ഉണ്ടാക്കാതിരിക്കാൻ കള്ളൻ അവളുടെ കഴുത്തി ഞെരിച്ചു കൊന്നിട്ട് ഗാർഡൻ ഡോർ വഴി രക്ഷപ്പെട്ടതാണെന്നും പോലീസ് വിശ്വസിച്ചോളും. ഗാർഡൻ ഡോർ എങ്ങനെ തുറന്നു കിടക്കും? രേഖ രാത്രി ലോണിൽ പോയി വരുമ്പോൾ പല ദിവസവും ഗാർഡൻ ഡോർ അടയ്ക്കാറില്ലെന്ന് പോലീസിൽ ഞാൻ മൊഴി കൊടുക്കും. പാർട്ടി കഴിഞ്ഞ് നീ എത്ര മണിക്ക് വരും? 12:30. അജിത്തും എന്റെ കൂടെ ഉണ്ടാവും. അവളുടെ മുറച്ചെറുക്കൻ. അവനെ ഞാൻ കൂടെ കൊണ്ടുപോകുന്നത് തന്നെ പാർട്ടി കഴിയുന്നത് വരെ ഞാൻ ക്ലബിൽ ഉണ്ടായിരുന്നു എന്നതിന് തെളിവിനായിട്ടാ. ആ, ഒരു കാര്യം, എല്ലാം കഴിഞ്ഞ് നീ തിരിച്ചു പോകുമ്പോ കീ ഫ്ലവർ വൈസിനടിയിൽ വെക്കാൻ മറക്കരുത്. നീ ഫ്ലവർ വൈസ് അടിയിൽ നിന്ന് കീ എടുക്കുന്നത് അജിത്ത് കണ്ടാൽ? അതിനെക്കുറിച്ച് നീ വിഷമിക്കണ്ട. ഞാൻ തുറക്കുന്നത് എന്റെ കീ ഉണ്ടാ. ഫ്ലവർ വൈസിനടിയിൽ വെക്കുന്നത് രേഖയുടെ കയ്യിലുള്ള കീയും. പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവൾ അറിയാതെ ഞാൻ അതെടുത്ത് ഫ്ലവർ വൈസിനടിയിൽ വെക്കും. ഫ്രണ്ട് ഡോറിന് എത്ര കീ ഉണ്ട്? 2. ഒന്ന് എന്റെ കയ്യിലും മറ്റൊന്ന് രേഖയുടെ കയ്യിലും. എന്താ രേഖ കാണിച്ചത്? 50,000 രൂപ രേഖ ലിഫ്റ്റിൽ കൊണ്ടുവച്ചെന്നോ? ഈ രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തിനെ കുറിച്ച് രേഖയ്ക്ക് വിനോദിനോട് പറയാമായിരുന്നില്ലേ? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും. കത്ത് കിട്ടിയപ്പോ ഞാൻ മറ്റൊന്നും ഓർത്തില്ല അജി. എനിക്ക് കിട്ടിയ പുതിയ ജീവിതം നഷ്ടപ്പെടരുതെന്നേ ആഗ്രഹിച്ചുള്ളൂ. അജി എനിക്ക് അയച്ച കത്ത് വിനുവേട്ടം കാണുമെന്ന് പേടിച്ച ഞാൻ ഒന്നും ആലോചിക്കാതെ രൂപ കൊടുത്തത്. എന്ത് ന്യായീകരണം പറഞ്ഞാലും വിഡ്ഢിത്തോ രേഖ കാണിച്ചത്. ഹലോ അജിത്ത്. ഹലോ. എന്താ ലേറ്റ് ആയത്? രാവിലെ പുറപ്പെടാന്ന് കരുതിയതാ. ആന്റി വിട്ടില്ല. ഊണ് കഴിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. വരട്ടെ. ആ, അതെന്താ അജിത്ത് കയറുന്നില്ലേ? അയ്യോ ഇല്ല വിനോദ്, എനിക്ക് മിലിറ്ററി ക്യാമ്പ് വരെ പോയി എന്റെ ട്രാൻസ്ഫർ ഓർഡർ വന്നു നോക്കണം. ഞാൻ നാളെ വരാം. ഒരു രക്ഷയില്ല. ഇന്നത്തെ രാത്രി താൻ എനിക്ക് തന്നേ പറ്റൂ. ന്യൂ ഇയർ അല്ലേ? എന്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമെന്ന് ഏറ്റുപോയി. ഒന്നുമില്ലേലും പട്ടാളത്തിലെങ്കിലും നമുക്കൊരു പിടിയുണ്ടെന്ന് അവരൊക്കെ അറിയട്ടെ. പിന്നെ ശ്രീമതി, ഞാൻ ഇന്നൊരു 2 പെഗ് പുറത്തുനിന്ന് കഴിക്കും. വിരോധമൊന്നുമില്ലല്ലോ? അപ്പൊ താൻ ക്യാമ്പിൽ പോയിട്ട് നേരെ ഇങ്ങി പോര്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? അജിത്തിനെ കണ്ടില്ലല്ലോ. ഇനി ആള് മുങ്ങി കാണൂ. ഏയ്, അജി വരാന്ന് പറഞ്ഞ വരും. എന്താ സാറേ ഇത്? ഞാൻ വിചാരിച്ചു സാർ മുങ്ങിന്ന്. അവിടുത്തെ ഫോർമാലിറ്റീസ് കഴിഞ്ഞപ്പോ കുറച്ച് വൈകി. ഞാൻ മൺഡേ ജോയിൻ ചെയ്യാം. വെരി ഗുഡ്.
നമുക്കിറങ്ങാം. വരട്ടെ. ഉം. കീ എടുക്കാൻ മറന്നു. രേഖേ, നിന്റെ ബാഗിലുണ്ടോ? നോക്കട്ടെ. താങ്ക് യു. ഇതിൽ എന്റെ കീയേ ഉള്ളൂ. ആ അതിങ്ങതാ. നിന്നെയും കൂടി കൊണ്ടുപോകാമായിരുന്നു. പക്ഷെ വെറുതെ അവിടെ നിന്ന് ബോറടിക്കും. എല്ലാരും നല്ല തണ്ണിയിലുമായിരിക്കും. ഞാൻ വരുന്നില്ല. ന്യൂ ഇയർ ആണെന്നും പറഞ്ഞ് ഇന്ന് നല്ല ഫോമിലായിരിക്കും തിരിച്ചു വരുന്നതല്ലേ? ഓ, ന്യൂ ഇയറിന് 2 സ്മോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ അടിക്കുക അല്ലേ? നീ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമല്ലോ. ഞാൻ ഇരുന്നോളാം. വേഗം ഇങ്ങ് വന്നാ മതി. എന്റെ കീ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ദാ. ദേ, ആ പോവാം. ആ ഞാൻ എന്റെ വണ്ടിയിൽ വന്നോളാം. ആ ഓ, പേഴ്സ് എടുക്കാൻ മറന്നു. പ്ലീസ് വെയിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എന്താ വിനോട്ടാ? ഞാൻ പൈസ എടുക്കാൻ മറന്നു. അതെടുക്കാൻ വന്നാ. ഞാൻ എടുത്തുതരാം. വേണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തുതരാം ആ വിനോട്ടാ. വേണ്ടെന്നേ, ഞാൻ എടുത്തോളാം. വിനോട്ടാ. ആ എന്താ ഇത്? അയ്യോ വിനോട്ടാ, താ വിനോട്ടാ. വേണ്ട, ഞാൻ എടുത്തുതരാന്ന് പറഞ്ഞില്ലേ? ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തുതരാം വിനോട്ടാ. എന്താ ഇത്? ആ ഞാൻ എടുത്തോളാന്ന് പറഞ്ഞില്ലേ? വേണ്ട, ഞാൻ എടുത്തുതരാം. ഞാൻ എടുത്ത എന്താ? ഹാൻഡ് ആയതാ വിനോട്ടാ. ഇല്ല. ആ എന്നാ ശരി, നീ തന്നെ എടുത്തുക. ദാ. ഉം. എന്താ വിനോട്ടാ? ഒരു മഴയുടെ ലക്ഷണമുണ്ട്. കാർ പാർക്കിൽ നിന്ന് ക്ലബിലേക്ക് കുറച്ച് നടക്കണം. നീ ആ കുടയും എടുത്തേ. ആ വെരി ഗുഡ്. വാട്ട്സ് ദ ടൈം നൗ?
എന്റെ വാച്ച് നിന്നുപോയി. 12:08. എക്സ്ക്യൂസ് മീ, എനിക്ക് ഓഡിറ്റർ എന്ന് വിളിക്കണം. ഞാൻ ഇപ്പൊ വരാം. Wish you a very very happy new year, my dear Annie. Thank you. എക്സ്ക്യൂസ് മീ, ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് ഒരു ഹാപ്പി കിസ് തന്നൂടെ നിനക്ക്? താങ്ക് യു മൈ ഡിയർ സ്വീറ്റി. ദെൻ ടേക്ക് മൈ കിസസ്. സോറി, അത്യാവശ്യമായിട്ട് ഫോൺ ചെയ്യണമായിരുന്നു. ഒരാൾ സംസാരിക്കുന്ന കണ്ടില്ലേ? അതല്ല, എനിക്ക് ദാ ഇത് കണ്ടോ, ഈ കോയിൻസ് അത്രയും തീരാതെ ഈ റിസീവർ ഞാൻ താഴെ വെക്കുന്ന പ്രശ്നമേ ഇല്ല. ആനി മുതൽ സീനത്ത് വരെ എന്റെ കോളിനായി വെയിറ്റ് ചെയ്യുക. മിസ്റ്റർ, എല്ലാരോടും ഞാൻ തന്നെ പറയണ്ടേ ന്യൂ ഇയർ? പ്ലീസ്, ഇതൊരു സീരിയസ് കേസാ. മരിച്ചു പോകുന്ന കേസൊന്നും അല്ലല്ലോ. ഹലോ, ഇത് ഞാനാ ദീനെ. ESPO. ഓ സോറി സാർ, റോങ് നമ്പർ സാർ. ഹാപ്പി ന്യൂ ഇയർ സാർ. ഓ ഓ സോറി സാർ, പ്ലീസ്. താങ്ക് യു സാർ. എടോ, താൻ ഇവിടെ നിൽക്കുന്നുണ്ടാ ഈ റോങ് നമ്പർ വീഴുന്നത്? ഇനി താൻ ചെയ്തിട്ടേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഓരോ പണ്ടാരങ്ങൾ മെനക്കെടുത്താൻ കയറി വന്നോളൂ. ഛേ, ഹലോ 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 ഹലോ.